മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തിരികെ എത്തുന്ന കണ്ണനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് മഞ്ജുവിനും മഹാലക്ഷ്മിക്കും. അവരാ സത്യം മനസ്സിലാക്കുന്നു. ഇവിടെ നിന്നും പോയപ്പോൾ കണ്ണനുണ്ടായിരുന്ന മുടന്ത് തിരികെ എത്തുമ്പോൾ ഇല്ല എന്ന്. എന്തായാലും മാർക്കോയാണെങ്കിൽ എന്തോ ഒരു ദിവ്യശക്തിയുള്ള കൂട്ടത്തിലാണെന്നുള്ള കാര്യം സാഗറിനും കണ്ണനും മഞ്ജുവിനും അതുപോലെ മഹാലക്ഷ്മിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി പറയുകയാണ്, ക്ഷേത്രത്തിൽ വെച്ച് കാണുന്ന അമ്മയുമായിട്ട് ഈ മാർക്കോയ്ക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. ഇവരെപ്പോഴും നമുക്ക് ആപത്ത് വരുന്ന സമയത്തും അല്ലെങ്കിൽ മുൻകൂട്ടി സൂചന തരുന്ന കൂട്ടത്തിലാണ്. എന്തായാലും മേഘനാഥനെ വെറുതെ വിടാൻ അങ്ങനെ തീരുമാനിക്കുന്നില്ല മാർക്കോ. അവനെ ഇട്ട് വട്ടം കറക്കി കുറച്ച് ടെൻഷൻ അടുപ്പിക്കാൻ തന്നെയാണ് മാർക്കോയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പോലീസ് ആണെന്നുള്ള വ്യാജേനയും ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാർത്തികേയൻ എന്ന ഗുണ്ടയെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു വിധത്തിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട്, ഒട്ടും പേടിക്കണ്ട, എല്ലാം കൊണ്ടും നമ്മൾ സേഫായിരിക്കും. ഇനിയിപ്പോൾ കേസും കൂട്ടങ്ങളും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ അതിൽ ഇടപെടും. മേഘേട്ടന് നമുക്ക് വേണ്ടിയിട്ട് അച്ഛൻ ജയിലിൽ കിടക്കാൻ വേണ്ടി വരെ തയ്യാറാകുമെന്നൊക്കെ. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മഞ്ജുവിനോടും സാഗറിനോടും യാത്രയൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ സ്വന്തം കാറിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഡ്രൈവ് ചെയ്യണമെന്ന ആഗ്രഹം. അങ്ങനെ കണ്ണൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടതിന് ശേഷം സ്വന്തമായി തന്നെ ഡ്രൈവ് ചെയ്തു പോവുകയാണ്. എന്തായാലും പുതിയൊരു ജീവിതം തുടങ്ങാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പകുതിക്ക് എത്തുമ്പോൾ തന്നെ ആ ഞെട്ടിക്കുന്ന കാഴ്ച മഹി കാണുന്നുണ്ട്. അതായത് പ്രതാപൻ്റെ വണ്ടി എതിരെ വരുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ ആകെ പേടിക്കുകയാണ്. കണ്ണേട്ടാ, അത് ആ പ്രതാപൻ്റെ വണ്ടിയാണെന്ന് പറയണം. സാരല്ല, പേടിക്കേണ്ട, അയാൾ എന്നെ കാണില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ബലമായ സംശയം അയാൾ കണ്ണേട്ടനെ കണ്ടു എന്നാണ്. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പ്രതാപനാണെങ്കിൽ വണ്ടി നിർത്തി ആ ഒരു വണ്ടിയുടെ നമ്പറും ഒക്കെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. കണ്ണൻ്റെ വണ്ടിയാണെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പ്രതാപനാണെങ്കിൽ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ കേട്ടതൊന്നും സത്യമല്ലേ എന്നും അയാൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നത് കണ്ണനാണെന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും പ്രതാപന് വരുത്താൻ കഴിയുന്നില്ല. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അനന്തുവിനോടും ലേഖയോടുമായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. ആ മേഘനാഥൻ തന്നെയാണ് ഇതിന് പുറകിൽ. അവനൊരിക്കലും എന്നെ വേട്ടയാടുന്നത് നിർത്തില്ല. എന്തായാലും മാർക്കോയാണെങ്കിൽ ഒരു 16ൻ്റെ പണിയാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അവരാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ മാർക്കോയുടെ പ്ലാനിങ് സക്സസ് ആവുള്ളൂ. എന്തായാലും എന്നെയും മാർക്കോയെയും ജീവനോടെ കാണുമ്പോൾ തന്നെ മേഘനാഥൻ്റെ ജീവൻ ഇല്ലാതെയായിക്കോളും. പിന്നീട് പ്രതാപൻ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താണ് കണ്ണൻ. അങ്ങനെ അനന്തുവാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഈ മരിച്ചവർ മരിച്ചു, അവരെ കൊന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഉണ്ട്, ഒരു തെളിവുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനന്ത് ഷോക്കാവുന്നു. ആരാണെന്ന് ചോദിക്കുകയാണ്. സാഗർ എന്ന പേരുള്ള 3ാമത്തെ ഗുണ്ട. അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും അത് മാർക്കോ നോക്കിക്കോളും. പിന്നെ കറങ്ങി തിരിഞ്ഞ് എന്തായാലും കരുണയുടെ അച്ഛൻ്റെയും മേഘനാഥൻ്റെയും തലയിൽ തന്നെയായിരിക്കും അത് വന്ന് വീഴുക. നമ്മളെപ്പോഴും സേഫായിരിക്കുമെന്ന് കണ്ണൻ പറയുന്നു. അങ്ങനെ അനന്തവും ലേഖയും പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളും മറ്റൊന്നും തന്നെ ചിന്തിക്കേണ്ട, ഇനി പുതിയ ജീവിതമാണ്. എല്ലാം കൊണ്ടും ജീവിതം ആസ്വദിച്ച് തുടങ്ങണം. ശത്രുക്കളുടെ വീട്ടിൽ നിങ്ങൾക്ക് അവർക്കിടയിൽ ഉറപ്പായിട്ടും സന്തോഷകരമായിട്ടുള്ള ആഘോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ അനന്തവും ലേഖയും ചേർന്ന് കണ്ണനോടും മഹിയോടും പറയുന്നു. അവരാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടിയിട്ട് അനുസരിക്കുകയാണ്. പുതിയ ജീവിതം തുടങ്ങാൻ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും തീരുമാനിക്കുന്നു. ഈ സമയം കമലേശ്വരം വീട്ടിലാവട്ടെ ഇനി ഒരിക്കലും കണ്ണൻ തിരിച്ചു വരില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലും ഉറപ്പിൽ തന്നെയാണ് കരുണ. അങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട്, നമ്മുടെ പ്ലാനിങ് ഒക്കെ തന്നെ നടക്കാൻ പോവുകയാണ്. മഹാലക്ഷ്മി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് നിറഞ്ഞ കണ്ണുകളോടുമായിട്ടായിരിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അവളുടെ ആ നിൽപ്പൊക്കെ തന്നെ എനിക്ക് കാണണം. ആ കണ്ണൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ അവൾ അലറി വിളിച്ച് കരയുന്നതൊക്കെ എനിക്ക് കാണണം. പിന്നീട് എൻ്റെ അടിമയായിട്ട് അവൾ ഇനി ഈ കാലം കഴിക്കണം. അവളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ദുർഗയോട് കരുണ പറയുന്നുണ്ട്. മോളുടെ ആഗ്രഹപ്രകാരം തന്നെ എല്ലാം നടക്കും.
അവളിനി നമ്മുടെ അടിമ തന്നെയായിരിക്കും. ഒരുപാട് അഹങ്കരിച്ചതല്ലേ, എല്ലാം അടക്കി പിടിച്ച് ഭരിക്കാമെന്ന് അവൾ കരുതി കാണും. കണ്ണനുള്ളിടത്തോളം കാലം മാത്രമേ അവൾക്ക് ഇവിടെ റാണിയായിട്ട് താമസിക്കാനും വിലസാനും കഴിയുള്ളൂ എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത്. പിന്നെ ഇനി എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മാർക്കോ ഇല്ലാതായി, കണ്ണനും ഇല്ലാതെയായി. ഇനിയിപ്പോൾ ആ സാഗറല്ലേ, അവനെയും ഇല്ലാതാക്കാൻ മേഘനാഥൻ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുകയാണ്. പോലീസും കേസൊക്കെ വന്നാലും എല്ലാം ഒതുക്കി മോളുടെ അച്ഛനുണ്ടല്ലോ എന്നൊക്കെ ദുർഗയാണെങ്കിൽ കരുണയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ കിടന്ന എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.